വർഷങ്ങളായി ഹിറ്റില്ലാത്ത സൂപ്പർ താരങ്ങൾക്ക് വൻ തിരിച്ചുവരവ് നടത്തിക്കൊടുത്ത പുതുമുഖ സംവിധായകർ. തേർഡ് പ്ലേസിൽ സുഭാഷ് കെ രാജ്. വർഷങ്ങളായി നായകൻ എന്ന നിലയിൽ ഹിറ്റുകൾ ഇല്ലാത്ത നടനായിരുന്നു അർജുൻ സർജ. മുതൽവന് ശേഷം വലിയ രീതിയിലുള്ള ഹിറ്റുകളൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഒരു പുതുമുഖ സംവിധായകൻ അദ്ദേഹത്തിന് കൊടുത്തത് ഒരു തീപ്പൊരി ഇടിപ്പടം. സെക്കൻഡ് പ്ലേസിൽ ഒത്തിരി നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളില്ലാത്ത നടനാണ് സൂര്യ. സിംഗം സീരീസ് ഒഴിച്ചു നിർത്തിയാൽ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയ സിനിമകളില്ല. 2017 ശേഷം സൂര്യയുടെ സിനിമകൾ തിയേറ്ററുകളിൽ ഫാൻസിന് ആഘോഷമാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2026 RJ ബാലാജി കറുപ്പ് എന്ന ഒറ്റ സിനിമയിലൂടെ വർഷങ്ങളായി ഹിറ്റില്ല എന്ന ക്ഷീണമങ്ങ് മാറ്റിക്കൊടുത്തു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ സൂര്യയുടെ കംബാക്ക്. ഫസ്റ്റ് പ്ലേസിൽ 2019 ലൂസിഫറിനു ശേഷം മോഹൻലാലിന് പിന്നീടൊരു തിയേറ്ററിക്കൽ ഹിറ്റ് എന്ന് പറയാൻ ഒരു നല്ല സിനിമ പോലും വന്നിട്ടില്ല. വൻ ഹൈപ്പിൽ വന്ന സിനിമകൾ പോലും പരാജയപ്പെട്ടു. 2025 എമ്പുരാൻ ബ്ലോക്ക് ബസ്റ്റർ ആയെങ്കിലും പലരും സിനിമയിൽ തൃപ്തരായിരുന്നില്ല. എമ്പുരാനിൽ മോഹൻലാലിന്റെ ഓറ ശരിക്കും അങ്ങ് കിട്ടാത്തവർക്ക് തൊട്ടടുത്ത മാസം കിട്ടിയത് തരുൺ മൂർത്തിയുടെ ഒരു 1.5 ഐറ്റം. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും.